ഇൻഡോറിലെ സിറ്റ്ലാമാത ബസാർ ഒരു നൂറ്റാണ്ടിന്റെ വാണിജ്യ വ്യാപാര ബന്ധങ്ങളെ തകർക്കാൻ മാത്രം കെൽപ്പുള്ള വർഗീയ വിഷമാണ് ഇന്ന് അവിടെ വിതയ്ക്കപ്പെട്ടിട്ടുള്ളത്. അഗ്ലവ്യ ഗൗർ എന്ന BJP നേതാവിന്റെ പരസ്യമായ വിദ്വേഷ പ്രഖ്യാപനം കാരണം ഇന്ന് മുസ്ലിം വ്യാപാരികൾ സ്വന്തം സ്ഥാപനങ്ങൾ പൂട്ടി ഓടുകയാണ്. സെപ്റ്റംബർ 25-നകം മാർക്കറ്റ് വിട്ടുപോകാനുള്ള അന്ത്യശാസനമാണ് BJP നേതാവിന്റെ വക അവർക്ക് ലഭിച്ചത്. സ്ത്രീകളെ ഉപദ്രവിക്കുന്നു എന്ന പച്ചക്കള്ളം മറയാക്കി ഒരു സമുദായത്തെ ഒന്നാകെ പിഴുതെറിയാനാണ് ഈ തീവ്ര ഹിന്ദുത്വ നീക്കം നടത്തുന്നത്. മാർക്കറ്റിന് ഈ നടപടി ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. ഈ സ്ഥാപനങ്ങളുടെ നട്ടെല്ലായി പ്രവർത്തിച്ചിരുന്ന മുസ്ലിം സെയിൽസ്മാൻമാരും തയ്യൽക്കാരും ഉൾപ്പെടെയുള്ളവരാണ് ഇന്ന് തെരുവിലായത്. ലക്ഷക്കണക്കിന് രൂപയുടെ കടക്കിണിയിലാണ് ഇന്ന് വ്യാപാരികൾ അകപ്പെട്ടിരിക്കുന്നത്. 10 ലക്ഷം രൂപ ലോൺ എടുത്ത ചെറുപ്പക്കാരന് ഇന്ന് സ്റ്റോക്ക് നഷ്ടത്തിൽ വിറ്റ് കടം വീട്ടാൻ നെട്ടോട്ടമോടേണ്ട ഗതികേടാണ്. ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് തന്നെ ബഹിഷ്കരിക്കപ്പെടുകയാണ്. ഇനി എവിടേക്കാണ് പോകേണ്ടത് എന്ന ചോദ്യമാണ് അയാൾക്ക് ചോദിക്കാനുള്ളത്. മറ്റൊരു വ്യാപാരിക്ക് വന്നത് 25 ലക്ഷം രൂപയുടെ നഷ്ടമാണ്. 1 രൂപയുടെ തുണി 25 പൈസയ്ക്ക് വിൽക്കേണ്ടി വരുന്ന പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് സ്ഥലത്തെ മുസ്ലിം കച്ചവടക്കാർ കടന്നുപോകുന്നത്. ഈ വിഷം കുത്തിവെക്കലിന്റെ ഭാഗമായി അവിടുത്തെ ഹിന്ദു വ്യാപാരികൾക്കും കച്ചവടം നഷ്ടമായി. ഞങ്ങളുടെ മികച്ച തൊഴിലാളികൾ ഇവിടുന്ന് പോയതോടെ കച്ചവടം നിന്നു എന്ന് ചില ഹിന്ദു വ്യാപാരികൾ പറയുന്നു. ദസറ സീസണിൽ പോലും മാർക്കറ്റിൽ വലിയ ചലനം ഉണ്ടായില്ല. BJPയുടെ വർഗീയതയ്ക്കെതിരെ ചിലർ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും ഭയം കാരണം BJPയുടെ അജണ്ടയോട് സഹകരിക്കേണ്ടി വന്നു. 40 വർഷം ജോലി ചെയ്തവർ പോലും പോലീസ് കേസ് ഭയന്ന് പലായനം ചെയ്തു. 21,500 രൂപയുടെ EMI അടയ്ക്കേണ്ട സെയിൽസ്മാൻ പോലും ഇന്ന് കൂലിപ്പണിക്കായി അലയുകയാണ്. സാമ്പത്തിക ബഹിഷ്കരണത്തിനെതിരെ മുസ്ലിം സമുദായം 2 പരാതികൾ പോലീസിന് നൽകിയിട്ടുണ്ട്. DCP റാങ്ക് ഉദ്യോഗസ്ഥനെ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അഗ്ലവ്യ ഗൗറിന്റെ പങ്ക് അന്വേഷിക്കുമെന്നും പോലീസ് പറയുന്നു. വർഗീയതയുടെ പേരിൽ 1 നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു വ്യാപാര ബന്ധം തകർക്കപ്പെടുമ്പോൾ നഷ്ടപ്പെടുന്നത് ഒരു സമുദായത്തിന്റെ മാത്രം ജീവിതമല്ല, മറിച്ച് രാജ്യത്തിന്റെ സാമൂഹിക അടിത്തറയും സാമ്പത്തിക ഭാവിയുമാണ്.